ഒരു വാട്ടർ ടാങ്കിൽ 10 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ ആ ടാങ്കിൻ്റെ 3/4 ഭാഗം നിറഞ്ഞു. ആ ടാങ്ക് നിറയാൻ വേണ്ട വെള്ളത്തിൻ്റെ അളവ് എത്ര? ഓപ്ഷൻ എ 21 ലിറ്റർ, ഓപ്ഷൻ ബി 14 ലിറ്റർ, ഓപ്ഷൻ സി 7 ലിറ്റർ, ഓപ്ഷൻ ഡി 12 1/2 ലിറ്റർ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. തന്നിരിക്കുന്നത് ഒരു വാട്ടർ ടാങ്കിൽ 10 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ ടാങ്കിൻ്റെ 3/4 ഭാഗം നിറഞ്ഞു. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള 2 സ്റ്റെപ്പ് കൊണ്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ അവസാനിപ്പിക്കാം. അപ്പോൾ 10 ലിറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ടാങ്കിൻ്റെ 3/4 ഭാഗം നിറഞ്ഞു. അപ്പോൾ നമ്മൾ ടാങ്കിൻ്റെ 3/4 ഭാഗമാണ്. അപ്പോൾ ഈ 3/4 ഭാഗം എന്ന് പറയുന്നത് ടാങ്കിൻ്റെ 3/4 ഭാഗമാണ്. അപ്പോൾ ടാങ്ക് ഫുൾ ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 3/4 പകരം ഇതിനെ ഒന്നാക്കിയിട്ട് മാറ്റുക. മനസ്സിലായില്ലേ? അതായത് ഈ റൈറ്റ് സൈഡിൽ 3/4 ഭാഗം എന്ന് പറയുന്നത് ഇതിനെ ഒന്നാക്കിയിട്ട് മാറ്റിക്കഴിഞ്ഞാൽ ആ ടാങ്ക് ഫുള്ളാവും. അപ്പോൾ നമുക്കിതിനെങ്ങനെ ചെയ്യാം? ഇവിടെ 3/4 ഭാഗം ആക്കാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 3/4 ഭാഗത്തിനെ അതിൻ്റെ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 4/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോഴാണല്ലോ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയിട്ട് 1 കിട്ടുന്നത്. അപ്പോൾ ഒരു സൈഡിൽ മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ പോരാ, ചെയ്യുമ്പോൾ 2 സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 10 × 2 + 1 / 2. ഇവിടെ 4/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇവിടെയും 4/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇത് 21/2 × 4/3 ലിറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഇതൊക്കെ ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഇവിടെ 1 ആയി, അതായത് ഫുള്ളായി. ഇത് ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ ഇവിടെ 2 കിട്ടും. 3 21 7 തവണ. സോ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 14 ലിറ്റർ. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി 14 ലിറ്റർ. ലെറ്റ്സ് മൂവ് ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ്റെ വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇങ്ങനൊരു എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഈ അകത്തുള്ള റൂട്ടുകൾ ആദ്യം തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് റൂട്ട് എന്ന് പറയുന്നത് റൂട്ട് 1 ആണ്. 1ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 1 തന്നെയാണ്. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ എന്തായിട്ട് മാറും? √4 + √21 + √13 + √8 പ്ലസ് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1ൻ്റെ സ്ക്വയർ റൂട്ട് 1 ആണ്. പിന്നെ സെക്കൻഡ് എടുക്കേണ്ടത് ഈ ഒരു റൂട്ടാണ്. അപ്പോൾ 8 + 1 എന്ന് പറയുന്നത് 9 ആവും. അപ്പോൾ എന്തായിരിക്കും? √4 + 21 13 + 8 1 9. 9ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 3 ആണ്. നെക്സ്റ്റ് ഈ ഒരു വാല്യൂ കാണുക. √4 + 21 + 13 + 3 എന്ന് പറഞ്ഞാൽ 16 ആണ്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 16 എത്രയാണ്? 4 ആണ്. √4 + 21 4 എന്ന് പറയുന്നത് 25 ആണ്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 25 എന്ന് പറയുന്നത് 5 ആണ്. ഈക്വൽ ടു √4 + 25ൻ്റെ സ്ക്വയർ റൂട്ട് 5 ആണ്. 4 5 9 ഈക്വൽ ടു 3. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 3 എന്ന് കിട്ടി.